കഴിഞ്ഞ 3 ദിവസത്തെ പാകിസ്ഥാൻ്റെ അക്രമവും നമ്മുടെ പ്രത്യാക്രമവും അത് നമ്മൾ വിലയിരുത്തി നോക്കിയാൽ പാകിസ്ഥാനെ ഇന്നലെ നമ്മുടെ അതിർത്തികളിലെല്ലാം അവർ ഷെല്ലിങ് നടത്തിക്കൊണ്ടേയിരുന്നു. നമ്മുടെ അതിർത്തിയിലെ ഗ്രാമങ്ങളിലെ നിവാസികൾ പലരും വീട്ടിൽ നിന്ന് മാറി, പലരുടെ വീടുകൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായി. അവരെല്ലാം വീട് വിട്ടു പോയി. പല വീടുകളും കത്തുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യയിലെ അതിർത്തികളിലെ എല്ലാ ഗ്രാമീണരും ഭീതിയിലാണ്. ഒരു കാരണവുമില്ലാതെ അവിടെ ഷെല്ലിങ് ഇങ്ങ് വന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തന്നെയാണ് അവർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രജൗരിയിലെ പാക് ആക്രമണം ഒക്കെ ഉണ്ടായി. ഉഗ്രശബ്ദത്തോടെ ചില സ്ഫോടനമൊക്കെ അവിടെ കേട്ട് നമ്മൾ ടി വി കൂടെ കണ്ടു. നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ, സർക്കാർ ജീവനക്കാരൻ, ക്ലാസ് 1 ഓഫീസർ രാജ്കുമാർ താപ്പയ്ക്ക് ഷെല്ലിങ് ഏറ്റു. അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3-4 ആൾക്കാർക്ക് പരിക്കുണ്ട്. ഹരിയാനയിലെ സിർസയിൽ വളരെയധികം അക്രമം പാകിസ്ഥാൻ നടത്തി. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ വീടിൻ്റെ പുറത്തൊരു ഡ്രോൺ വീണു, 3 പേർക്ക് പരിക്കുണ്ട്. പഞ്ചാബിലെ അമൃത്സറിലെ കാര്യമായ ഷെല്ലിങ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെളുപ്പിനെ വരെ ഷെല്ലിങ് ആയിരുന്നു. നാം എല്ലാത്തിനെയും തിരിച്ചടിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രം എന്ന് പറയുന്നത് റാവൽപിണ്ടിയാണ്. അവരുടെ രാഷ്ട്രീയ കേന്ദ്രം എന്ന് പറയുന്നത് ഇസ്ലാമാബാദാണ്. ഇന്ത്യയിലെ ഓപ്പറേഷൻ സിന്ദൂറിന് എതിരായി പാകിസ്ഥാൻ അവരുടെ ഓപ്പറേഷൻ നാമകരണം ചെയ്തിരിക്കുന്നു ബുനിയാനു മർസൂസ് എന്നാണ് അവരതിന് പറയുന്നത്. പാകിസ്ഥാനെ എന്തായാലും ചൈന കൈവിട്ടിരിക്കുന്നു. ചൈനയുടെ പ്രസ്താവന വന്നു, ഇന്ത്യയും നമ്മുടെ അയൽക്കാരാണ്. കാരണം പത്രക്കാരും മറ്റവരും ചോദ്യങ്ങൾ പലതും ചൈനയോട് ചോദിച്ചപ്പം പാകിസ്ഥാനോട് ഓപ്പൺ സപ്പോർട്ട് ചൈന ചെയ്യുന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ചൈന ഇപ്പം പറയുന്നത് അവർ ഇന്ത്യയും നമ്മുടെ അയൽക്കാരാണ്. രണ്ടുപേരെ അയൽക്കാരായിട്ട് മാത്രമാണ് ചൈന കാണുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓപ്പണായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ടർക്കി മാത്രമാണ്. എർദോഗാന് പാകിസ്ഥാൻ്റെ ഭാഗം ചേർന്ന് തുടക്കം മുതലേ അവർക്ക് ചില ആയുധങ്ങൾ എത്തിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട്. നമ്മൾ ശ്രീനഗറിലെ അക്രമം നടത്തിയ പാകിസ്ഥാനിലെ 3 ജെറ്റ് ഫൈറ്റർ നമ്മൾ വെടിവെച്ചിട്ടു. നമ്മുടെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ 3 അവരുടെ പാക് ജെറ്റ് വെടിവെച്ചിട്ടത്. ഓട്ടോമാറ്റിക്കായിട്ട് ജെറ്റ് അതിൻ്റെ പൈലറ്റ് മറ്റും ഓട്ടോമാറ്റിക്കായിട്ട് എജക്റ്റായി പോവും, അടുത്ത് തെറിച്ച് അവർ പോവും. പക്ഷേ അവരെ നമുക്ക് ലഭിച്ചിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. രാജസ്ഥാനിലെ നമ്മൾ 2 പേര് അവർ ജെറ്റ് വെടിവെച്ചിട്ടപ്പം 2 പൈലറ്റന്മാർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അത് പാകിസ്ഥാനിൽ ഇപ്പം അന്ന് വരുന്ന ചില വാർത്തകൾ നേരത്തെ മുതൽ അത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഇന്ത്യയെ പ്രകോപിപ്പിച്ചതും ഇന്ത്യയെ ചൊറിഞ്ഞതും അവിടുത്തെ ആർമി ചീഫ് അസീം മുനീറാണ് എന്നാണ് പാകിസ്ഥാനിലെ അസംബ്ലിയിലുള്ള അംഗങ്ങളും അവിടുത്തെ ഷെരീഫ് പ്രൈം മിനിസ്റ്ററും പറയുന്നത്. അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം മാറ്റി. അതിന് പകരം ജനറലായിട്ട് ഷംഷാദ് മിർസയാക്കി. അസീം മുനീറിൻ്റെ ചില വാക്കുകളാണ് ഇന്ത്യക്ക് ഈ പ്രത്യാക്രമണം നടത്താനും അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് ഒരു റിഫ്റ്റ് ഉണ്ടാകാൻ കാരണം. ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെയിനാണ്, കഴുത്തിനടിയിലാണ്. ജുഗുലാർ വെയിനിന് തീർച്ചയായിട്ടും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെറുതായിട്ടൊക്കെ ഒരു പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് വൊമിറ്റിംഗ് ഉണ്ടാകും, തലകറക്കം ഉണ്ടാകും, നമ്മൾ തലകറങ്ങി താഴെ വീഴും. ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞ് അയാളൊരു എക്സാമ്പിൾ പറഞ്ഞു. അസീം മുനീർ പാകിസ്ഥാൻ്റെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ജുഗുലാർ വെയിനാണ് എന്നവിടുത്തെ സ്കൂൾ കുട്ടികളുടെ മുമ്പിൽ ഇയാൾ പ്രസ്താവിച്ചതായിട്ടാണ്. ആ വാർത്തയാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചതെന്നാണ് പാകിസ്ഥാനിലെ എംപിമാരും മറ്റും പറയുന്നത്. കാരണം അപ്പോൾ തന്നെ ഇന്ത്യ അതിന് പ്രതികരിച്ചിരുന്നു. ആ പാകിസ്ഥാനിലെ ആർമി ചീഫിനോ ആ പ്രസ്താവനയോട് ഇമ്മീഡിയറ്റായിട്ട് ഇന്ത്യ പ്രതികരിച്ചിരുന്നു. ഇന്ത്യയുടെ വിദേശ മന്ത്രാലയത്തിലെ രൺധീർ ജയ്സ്വാളാണ് അതിന് കൗണ്ടർ അപ്പോൾ തന്നെ പറഞ്ഞു, ജുഗുലാർ വെയിനും ഞങ്ങളുടെയാണ്. കാരണം ജമ്മു കാശ്മീരിൻ്റെ 22 ജില്ലകൾ
ഇന്ത്യയുടെ ഭാഗത്താണ്. ഇന്ത്യയാണ് അവിടെ ഭരിക്കുന്നത്. ഒമർ അബ്ദുള്ളയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ലഡാക്ക് വേറെയാണ്. ആ പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന 2, 3, 4, 5 ജില്ലകൾ, അത് വടക്കേറ്റത്ത്, ആ സ്ഥലം അത് മാത്രമേ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ബലമായി പിടിച്ചെടുത്തതാണ് എന്നാണ് ഇന്ത്യയുടെ രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. അപ്പോൾ തന്നെ പ്രതികരിച്ചു നമ്മൾ. ജുഗുലാർ വെയിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഇന്ത്യക്കാർക്ക് അപ്പോൾ തന്നെ പ്രതികരിക്കാതിരിക്കാൻ ഒക്കില്ല. ജുഗുലാർ വെയിൻ എന്ന് പറയുന്നത് മനുഷ്യരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ സിരയാണ്. അതിന് ഒരു തട്ടയേക്കുവോ അതിലെന്തെങ്കിലും ഒരു പ്രഷർ കൊടുക്കുകയോ അത് പറഞ്ഞാൽ നമ്മളെ നാശമാണ്. അതാണ് പാകിസ്ഥാനിലെ ജനറൽ പറഞ്ഞത്. ആസിം മുനീറിൻ്റെ വാക്കതാണ്. അവിടെ കൊണ്ടാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചതെന്നാണ് അവിടുത്തെ സൈനിക മേധാവികളും അവിടുത്തെ ഷെരീഫും അവിടുത്തെ പ്രധാനമന്ത്രി ഷെരീഫും പറയുന്നത്. അതുകൊണ്ടാണ് ഇയാളെ പെട്ടെന്ന് മാറ്റി പകരം ഷാഹിർ ഷംഷാദ് മിർസയെ അവിടുത്തെ ജനറലാക്കി. ഇയാളെ കസ്റ്റഡിയിലാണെന്നും ഇയാളെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയും വാർത്തകൾ വരുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇയാൾ അവരുടെ കസ്റ്റഡി തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും 3-ാം ദിവസവും അതിശക്തമായ ചില ഷെല്ലിങ് പാകിസ്ഥാൻ തുടർച്ചയായി രാത്രി മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നു. ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങൾ ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബ്, ഹരിയാന, അതുപോലെ രാജസ്ഥാൻ, ഈ അതിർത്തി മേഖലയിൽ എല്ലായിടത്തും പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരുന്നു. പ്രൈം മിനിസ്റ്റർ ഇപ്പം പറഞ്ഞു ഗുജറാത്തിലും അവിടുത്തെ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് നമ്മളെ ഗുജറാത്തിൻ്റെ അതിർത്തികളും നമ്മൾ ഭദ്രമാക്കണം. കാരണം ഇന്ത്യയുടെ അന്തർവാഹിനികളും ഇന്ത്യയുടെ ഷിപ്പുകൾ പതുക്കെ കറാച്ചിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു, അവിടെ പൊസിഷൻ എടുത്തു കഴിഞ്ഞു. ഈ സമയത്ത് ബലൂചിസ്ഥാന് ഈ അവസരം നോക്കി ബലൂചിസ്ഥാനിലെ BLA ആ പാകിസ്ഥാനെതിരായിട്ട് തന്നെ അക്രമം കടുപ്പിച്ചിരിക്കുകയാണ്. പൊതുവേ നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാൻ കയറുന്നില്ല. അതേസമയത്ത് പാകിസ്ഥാൻ്റെ 3 എയർപോർട്ടുകൾ നമ്മൾ ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് ഏരിയയിലായിട്ടുള്ള അധികം ആക്രമണങ്ങൾ നടത്താൻ കഴിയില്ല. അവർക്ക് മിസൈലോ അല്ലെങ്കിൽ ഈ ഡ്രോൺസോ ഉപയോഗിക്കാമെന്നല്ലാതെ എയർഫോഴ്സിൻ്റെ അടിത്തറ നമ്മൾ തകർത്തതായിട്ടാണ് തോന്നുന്നത്. കാരണം അവരുടെ 3 വ്യോമ പ്രതിരോധ മേഖലകളിൽ അവിടെ നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇന്ത്യ ഇനി അടുത്ത നടപടിയിലേക്ക് 1-2 ദിവസത്തിനകം കൃത്യമായ നടപടിയിലേക്ക് പോയി പാകിസ്ഥാൻ്റെ അറ്റ് വീഴ്ത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം അതുപോലെ പ്രതിരോധ നേതൃത്വവും 2-3 ദിവസം കൊണ്ട് രാത്രിയും പകലും ചർച്ച ചെയ്ത് മുന്നേറുന്നുണ്ട്. പാകിസ്ഥാൻ്റെ വീമ്പടിയും അവരുടെ അണുബോംബ് സ്ഫോടനം നടത്തുമെന്നൊക്കെയുള്ള വീമ്പടിയൊന്നും ഇന്ത്യയുടെ അടുത്ത് ചിലവാകില്ല. കാരണം ഇന്ത്യയിലേക്ക് ഒരു മിസൈലും ഒരു ഡ്രോണും വന്ന് പതിക്കില്ല. അത് തീർച്ചയായിട്ടും നമ്മൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കൗണ്ടർ അടിച്ച് അവനെ നശിപ്പിക്കും. അതേസമയത്ത് ഇന്ത്യയുടെ അടുത്ത നീക്കം കറാച്ചി ഈ മുഖേന അറേബ്യൻ കടലിൽ നിന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം അങ്ങോട്ട് ഇന്ത്യൻ ഷിപ്പുകളെല്ലാം നീങ്ങിക്കഴിഞ്ഞു, പൊസിഷൻ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് പാകിസ്ഥാനെ ഇനി 2-3 ദിവസം ഈ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്തി അതേസമയത്ത് നമ്മുടെ ജനങ്ങളെ, ഗ്രാമീണരെ കൊലപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ നശിക്കാനുള്ള ആയുധങ്ങൾ ഇന്ത്യ പ്രയോഗിക്കേണ്ടി വരും. അത് പാകിസ്ഥാന് വലിയ ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് അത് ഈ ഇപ്പം ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്മാറി ഇന്ത്യയുമായിട്ട് ഒരു സമാധാന നീക്കം നടത്തി മുന്നോട്ട് പോകുന്നതാണ് പാകിസ്ഥാന് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രകരശേഷി കനത്തതാണ്. ഇന്ത്യ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ എന്താണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ല. നമ്മുടെ ശക്തി എന്താണെന്ന് പലർക്കും അറിയില്ല. പക്ഷേ പ്രകരശേഷി ഏറ്റവും കൂടുതലുള്ള 3-4 രാജ്യങ്ങളിൽ ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് പാകിസ്ഥാൻ ഇപ്പം അടുത്ത ദിവസം തന്നെ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.